ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ദിനങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് ഫെബ്രുവരി 26-നാണ്. ഈ ദിനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. മഹാശിവരാത്രി ദിനത്തിൽ വ്രതമെടുക്കുന്ന സ്ത്രീകൾ കൃത്യമായ രീതിയിൽ വ്രതമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ ദിനം ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ദിനം കൂടിയായാണ് കണക്കാക്കുന്നത്. ആഗ്രഹിച്ച വരനെയും ജോലിയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ഇന്നേ ദിനം ശ്രദ്ധിക്കാവുന്നതാണ്. ശിവഭക്തകളായ പെൺകുട്ടികൾ കൃത്യമായ രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറിമറിയും എന്നാണ് പറയുന്നത്. എപ്രകാരം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണമെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ശിവരാത്രിയുടെ തലേ ദിവസം തന്നെ വീട് മുഴുവൻ വൃത്തിയാക്കണം. അതിനുശേഷം വേണം വ്രതാനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്. ശിവരാത്രി വ്രതദിനത്തിൽ അരിയാഹാരം കഴിക്കാൻ പാടില്ല. വ്രതമെടുക്കാൻ തീരുമാനിക്കുന്ന വ്യക്തികളെങ്കിൽ തലേ ദിവസവും അരിയാഹാരം കഴിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല വെളുത്തുള്ളി, ഉള്ളി തുടങ്ങിയവയും വർജിക്കണം. പകരം ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ്. വ്രതം എടുക്കുന്നവർ ശിവരാത്രി ദിനത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കൂടാതെ നിർബന്ധമായും ശിവപൂജയും ചെയ്തിരിക്കണം. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പാലഭിഷേകം, തേനഭിഷേകം, ധാര എന്നിവ അർപ്പിക്കണം. കൂടാതെ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതിനും ശ്രദ്ധിക്കണം. ക്ഷേത്ര ദർശനം കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ തന്നെ അല്പസമയം കൂടി ചിലവഴിക്കണം. പകൽ ഉപവാസം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പകലും രാത്രിയും ഉറങ്ങാതിരിക്കുകയും വേണം. ആരോഗ്യ പ്രശ്നമുള്ളവരെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാതെയും വ്രതമെടുക്കാം. അതിന് അടുത്ത ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പാരണ വീടി വേണം വ്രതം അവസാനിപ്പിക്കാൻ. വിശ്വസ്തയോടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അവരവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ മുന്നേറുന്നതിനും സാധിക്കും. ഇഷ്ടപ്പെട്ട ജോലിയും ഉത്തമനായ ഭർത്താവും ഇവർക്ക് ലഭിക്കുന്നു. യഥാസമയം എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു. സ്ത്രീകൾ ആഴത്തിലും ഭക്തിയോടെയും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നു. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളെയും കൊണ്ടുവരുന്നു. വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പതിവായി ഭഗവാന്റെ മന്ത്രം ഉരുവിടുന്നതിനും ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കും. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ സർവ്വ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രി വ്രതം. ഇത് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും അഭിവൃദ്ധിയും നിറയ്ക്കുന്നു. പങ്കാളിക്ക് ദീർഘായുസ് ഉണ്ടാവുന്നതിനും ഈ ദിനത്തിൽ സാധിക്കുന്നു. വ്രതാനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നു എന്നതാണ് സത്യം. ദമ്പതികൾ ജീവിതത്തിൽ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്നതിന് ഭഗവാൻ ഈ ദിനത്തിൽ അനുഗ്രഹിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും തന്നെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമായാണ് കണക്കാക്കുന്നത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.